രോഹിണി നക്ഷത്രം 2025 ജൂലൈ മുതൽ ഡിസംബർ വരെ ജാതകഫലം. ജൂലൈ 25 തൊഴിൽപരമായി പറയുകയാണെങ്കിൽ പുനരാരംഭത്തിനും പുതിയ അവസരങ്ങൾക്കുമുള്ള സാധ്യതകളൊക്കെ കാണുന്നു. ഉദ്യോഗസ്ഥ ബന്ധങ്ങളിൽ മുൻതൂക്കം ഉണ്ട് കേട്ടോ. സാമ്പത്തികം ലാഭകരമായ ഒരു മാസമാണിത്. പലിശ ലഭിക്കുന്ന വരുമാനം ലഭ്യമാകും. കുടുംബ ബന്ധുക്കളോട് ആത്മാർത്ഥതയിൽ കുറവ് വന്നേക്കാം. കൂടുതൽ ശ്രദ്ധ വേണം കേട്ടോ. ആരോഗ്യപരമായി ദൈർഘ്യമേറിയ പ്രയാണങ്ങളിൽ ക്ഷീണം, ഭക്ഷണത്തിൽ ക്രമമില്ലായ്മ ഇവയൊക്കെ അനുഭവപ്പെടാം. ഇനി ഓഗസ്റ്റ് മാസത്തിലെ കാര്യമാണ് 2025 ഓഗസ്റ്റ് മാസത്തിലെ കാര്യം. ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നത് ചിലപ്പോൾ തൊഴിൽ ദോഷം കൊണ്ടുവന്നേക്കാം. സമവായം അഭിവൃദ്ധിപ്പെടുത്തുക ഏത് കാര്യത്തിലും. എന്നാൽ തൊഴിൽപരമായി നന്നായിരിക്കും കേട്ടോ. സാമ്പത്തികം കൈവശം നിന്ന പണമിടപാടുകൾ കൂടുതൽ വിജയകരമാകും ഈ ഓഗസ്റ്റ് മാസത്തിൽ. കുടുംബം പിതൃവംശത്തേക്കുള്ള ബാധ്യതകൾ വർദ്ധിക്കും. സ്നേഹപൂർവം നീങ്ങുക കേട്ടോ, അതാണ് നല്ലത്. ആരോഗ്യപരമായി വേദനകൾ, രക്തസംബന്ധമായ പ്രശ്നങ്ങൾ ഒക്കെ ശ്രദ്ധിക്കണം കേട്ടോ. സെപ്റ്റംബർ മാസത്തിലാണെങ്കിൽ തൊഴിലിനെ ആധാരമാക്കി സ്ഥാനമാറ്റം, വിഭാഗമാറ്റം, പുതിയ ചുമതലകൾ, ചിന്തയോടെ തീരുമാനങ്ങൾ. സാമ്പത്തികമായിട്ടാണെങ്കിൽ സ്വത്ത് നിക്ഷേപങ്ങൾക്കോ വാങ്ങലിനോ നല്ല സമയമാണ്. സെപ്റ്റംബർ മാസം സ്വത്ത് വാങ്ങാനും നിക്ഷേപങ്ങൾ നടത്തുവാനും ഒക്കെ നല്ല സമയമാണ്. കുടുംബപരമായ ബന്ധത്തിൽ ജീവിതസുഖം വർദ്ധിക്കും. ബന്ധം മെച്ചപ്പെടും കേട്ടോ. ആരോഗ്യപരമായി ഊർജം കുറയാം. വിറ്റാമിൻ്റെ കുറവ് കാണുന്നുണ്ട്. വേണ്ട വിറ്റാമിനുകൾ ഡോക്ടറെ കണ്ട് ഉപദേശം തേടി ഉപയോഗിക്കേണ്ടി വരും. ഒക്ടോബർ 2025 എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. തൊഴിൽ, വിദേശ, വ്യവസായ, വ്യവഹാര മേഖലയിൽ പ്രവേശനം, വ്യക്തിത്വം തെളിയിക്കാൻ അവസരം. ഇനി സാമ്പത്തികമായിട്ട് പറഞ്ഞാൽ സാമ്പത്തിക വളർച്ച ഉറപ്പുള്ളതാണ്. വരുമാനം സ്ഥിരതയുള്ളതാകും. കുടുംബപരമായിട്ട് വീട്ടിൽ സന്തോഷം കാണുന്നുണ്ട്. ആചാരങ്ങളിലൂടെയും സമാധാനം ഉറപ്പാകും. ആരോഗ്യപരമായി ചെറിയ ചുറ്റുപാടുകളാൽ മാനസിക സമ്മർദ്ദം, പക്ഷേ വഷളാകില്ല. അതുകൊണ്ട് പേടിക്കണ്ട കേട്ടോ. ഇനി നവംബർ മാസത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കാം. മാന്യതയും സദ്ഭാവനയും ലഭിക്കും തൊഴിലിൽ. പ്രവർത്തനത്തിലൂടെ നേട്ടം. സാമ്പത്തികമായി പഴയ കുടിശ്ശിക തിരിച്ചു കിട്ടും. ഉത്കൃഷ്ട ധനകാര്യ നീക്കങ്ങൾക്കുള്ള അവസരം. കുടുംബപരമായി സന്താന സുഖം. സുഹൃത്തുക്കളിൽ നിന്നും അനുകൂലത ഇവ അനുഭവപ്പെടാം. ആരോഗ്യപരമായി നല്ല ആരോഗ്യാവസ്ഥയായിരിക്കും. ശാരീരിക ആരോഗ്യം മെച്ചപ്പെടും കേട്ടോ. ഇനി ഡിസംബർ 2025 എന്തൊക്കെ സംഭവിക്കും എന്ന് നോക്കാം. തൊഴിൽ വർഷാന്ത്യത്തിൽ ഉയർന്ന പദവി ലഭിക്കാനിടയുണ്ട് തൊഴിൽപരമായിട്ട്. ഈ വർഷം അവസാനേ
നിങ്ങൾക്ക് നല്ല പദവി ലഭിക്കുമെന്നാണ്. സാമ്പത്തികപരമായി ലാഭകരമായ കരാറുകൾ, പങ്കാളിത്തങ്ങൾ, സാമ്പത്തിക ആശ്വാസം ഇവ കാണുന്നുണ്ട്. കുടുംബപരമായി ബന്ധം നവീകരിക്കും. വിവാഹാലോചനയ്ക്ക് അനുയോജ്യമായ സമയം കൂടിയാണ് ഡിസംബർ മാസം. ആരോഗ്യപരമായി മാനസിക നിവൃത്തിയും ആത്മവിശ്വാസവും കൂടും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വർഷത്തിൻ്റെ രണ്ടാം പാദത്തിൽ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എഴുതണം കേട്ടോ.